പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലസ്ഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കുബി. ഞാൻ ആഷി ജോയ്. ഇന്ന് മുതൽ 25 ദിവസത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ്റെയും മറ്റ് വിശുദ്ധരുടെയും വിഷൻസിൽ നിന്നും ബൈബിളിന് പുറത്തുള്ള ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഷെയർ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം വാഴ്ത്തപ്പെട്ട ആൻ കാതറിന് ലഭിച്ചിട്ടുള്ള വിഷൻസ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ നോമ്പുകാലത്ത് ഈശോയുടെ പീഡാനുഭവത്തെ പറ്റിയിട്ട് ആൻ കാതറിൻ്റെ വിഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് പരിശുദ്ധ അമ്മയുടെ ജനനവും അതുപോലെ ഈശോയുടെ ജനനത്തെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ അതിലോട്ട് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with the prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum et nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ്റെ വിഷൻസിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് പരിശുദ്ധ അമ്മയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ജൂത സമൂഹത്തിൽ എസേനസ് എന്നു പേരുള്ള ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു. ഇവർ വളരെ വിശുദ്ധിയിൽ ജീവിക്കുകയും ദൈവകൽപ്പനകൾ അണുവിട വ്യതിചലിക്കാതെ സ്ട്രിക്റ്റായിട്ട് ജീവിച്ച് പോവുകയും ചെയ്തിരുന്നൊരു സമൂഹമായിരുന്നു. ഇവരിൽ ചിലർ ഹോറബ് മലയിൽ പ്രാർത്ഥിക്കുമായിരുന്നു, ചിലർ കാർമൽ മലയിൽ. ഇവരിൽ എല്ലാവരും വിവാഹം കഴിക്കത്തില്ല. ചിലർ ഹെർമിറ്റ്സ് ആയിട്ട് ജീവിക്കും, ചിലർ മാത്രമേ വിവാഹം കഴിക്കുള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമൂഹത്തിൽപ്പെട്ട, ജൂത സമൂഹത്തിൽ തന്നെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സമൂഹത്തിൽപ്പെട്ടതായിരുന്നു നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസൊക്കെ. അന്നായുടെ, പരിശുദ്ധ അമ്മയുടെ അതായത് അന്നായുടെ ഗ്രാൻഡ് പാരൻസ്, അവരുടെ പേര് സ്റ്റൊലാനസും അതുപോലെ എമറൂൺ. അപ്പോൾ ഈ എമറൂൺ എസേനസ് ലീഡറിനെ പോയി കണ്ടപ്പോൾ ഈ എസേനസ് ലീഡറിനൊരു ദർശനം ലഭിക്കുകയാണ്. എമറൂണിൻ്റെ ഈ തലമുറയിലാണ് ക്രിസ്തു മിശിഹ ജനിക്കാൻ പോകുന്നത് എന്ന ദർശനം ഈ ലീഡറിന് ലഭിക്കുകയാണ്. ഉടനെ ഈ ലീഡർ പറഞ്ഞു, എമറൂണിനോട് പറഞ്ഞു, മകളെ, നീ വിവാഹം കഴിക്കണം, നീ ഹെർമിറ്റ് ആകരുത്, ഇങ്ങനൊരു ദൈവ പദ്ധതി നിറവേറാനുണ്ട്. അങ്ങനെ എമറൂൺ സ്റ്റൊലാനസിനെ വിവാഹം കഴിക്കുന്നു. അവർക്കൊരുപാട് പെൺമക്കൾ ജനിക്കുന്നു. ചില പെൺമക്കളിൽ നിന്നാണ് എലിസബത്തിൻ്റെ കുടുംബം ഉണ്ടാകുന്നത്. എലിസബത്ത്, സക്കറിയ, സ്നാപക യോഹന്നാൻ. ഇതിൽ രണ്ടാമത്തെ മകള്, ആ മകളുടെ പേരാണ് ഇസ്മേരിയ. ഇല്യൂദിനെ വിവാഹം കഴിച്ചു. ഇല്യൂദ് പണക്കാരനായിരുന്നു, വളരെ ദാനധർമ്മം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അവരൊന്നിച്ച് നസ്രത്തിൻ്റെ അടുത്തുള്ള സെഫോറിസ് എന്ന പേരുള്ള സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അവരവരുടെ ദശാംശവും മറ്റു കാര്യങ്ങളെല്ലാം ദേവാലയത്തിന് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കുന്നതിലും അവർ മുൻപന്തിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഇസ്മേരിയും ഇല്യൂദും വളരെ വിശുദ്ധമായ ജീവിതം ഈ എസേനസ് കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് നയിച്ചിരുന്നത്. ദൈവകൽപ്പനകൾ സ്ട്രിക്റ്റായിട്ട് പാലിച്ചിട്ടാണ് അവരും ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇവർ ജീവിച്ചു പോകുന്നു. പക്ഷേ ഇവർക്ക് മക്കളില്ല. ഇസ്മേരിക്കും ഇല്യൂദിനും മക്കളില്ല. അങ്ങനെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവർക്കൊരു മകൾ ജനിക്കുന്നു. ആ മകളുടെ പേരാണ് അന്ന. അങ്ങനെ 5-ാമത്തെ വയസ്സിൽ അന്നായെ ദേവാലയത്തിൽ സമർപ്പിച്ചു, പരിശുദ്ധമായി സമർപ്പിച്ചതുപോലെ. അങ്ങനെ ഏകദേശം അന്ന 12 വർഷക്കാലം ദേവാലയത്തിൽ താമസിച്ച് പഠിച്ചു. പിന്നീട് 17-ാമത്തെ വയസ്സിൽ അന്ന തൻ്റെ വീട്ടിലോട്ട് തിരിച്ചെത്തി. ഈ സമയത്ത് അന്നായുടെ അമ്മയായിട്ടുള്ള ഇസ്മേരിയ മരിക്കുന്നതിന് മുൻപ് അന്നയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ നിർബന്ധമായിട്ടും വിവാഹം കഴിക്കണം, കാരണം നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്, ദൈവത്തിൻ്റെ ഒരു പദ്ധതി നിന്നിൽ നിറവേറും എന്ന് പറഞ്ഞിട്ടാണ് അന്നായുടെ അമ്മയായിട്ടുള്ള ഇസ്മേരിയ മരിക്കുന്നത്. പിന്നീട് 19-ാമത്തെ വയസ്സിൽ അന്ന ജോയാക്കിമിനെ വിവാഹം കഴിച്ചു. ജോയാക്കിം വളരെ ഒരു എളിമയുള്ളൊരു വ്യക്തിയായിരുന്നു, ദാവീദിൻ്റെ ഭവനത്തിൽപ്പെട്ടതായിരുന്നു. മാത്രമല്ല വിശുദ്ധ ഔസേപിതാവ് ഇവരുടെ ഒരു റിലേറ്റീവും കൂടിയായിരുന്നു. ഇവരുടെ വിവാഹം നടന്നത്
വളരെ പൂർണ്ണമായിട്ടും ഉള്ള സ്പിരിച്വൽ ഗൈഡൻസിൻ്റെ പുറത്തായിരുന്നു അന്നായിട്ടും ജോയാക്കിമിൻ്റെ വിവാഹം കഴിഞ്ഞത്. ജോയാക്കിം വലിയ പണക്കാരനൊന്നും ആയിരുന്നില്ല, പക്ഷേ വളരെ നല്ലൊരു ഭക്തനായിരുന്നു, വളരെ മാന്യനായൊരു വിശുദ്ധനായൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ വിവാഹശേഷം ജോയാക്കിമും അന്നായും താമസിച്ചിരുന്നത് അന്നയുടെ അപ്പൻ്റെ വീട്ടിലാണ്. ഏകദേശം 7 വർഷത്തോളം അവരവിടെ താമസിച്ചു. അവിടെ പ്രാർത്ഥനയും പരിത്യാഗവും ഒക്കെ ആയിട്ട് അവരിങ്ങനെ ജീവിച്ചു പോകുന്നു. പക്ഷെ അവർക്ക് മക്കളില്ല. അപ്പോൾ ആളുകളൊക്കെ ഇവരെ കുറ്റപ്പെടുത്തുമായിരുന്നു. കാരണം പണ്ടത്തെ കാലത്ത് മക്കളില്ല എന്നുള്ളതൊരു ശാപമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ജോയാക്കിമിനെ അറിയുന്ന വൈദികർ പോലും പുള്ളിയെ മാറ്റി നിർത്തിയിരുന്നു, പുരോഹിതർ പോലും. അങ്ങനെ ഒരു ദിവസം ജോയാക്കിം ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടെയുള്ള ഒരു വൈദികൻ വളരെ മോശമായ രീതിയിൽ, ഒരു പുരോഹിതൻ വളരെ മോശമായ രീതിയിൽ ജോയാക്കിമിൻ്റെ അടുക്കൽ പെരുമാറുകയുണ്ടായി. ഇത് ജോയാക്കിമിനെ വളരെയധികം വേദനിപ്പിച്ചു. അങ്ങനെ ജെറുസലേം വിട്ട് ഹെർമോൺ മലയിൽ പോയിട്ട് ജോയാക്കിം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഈ ഒരു അപമാനത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇതേ സമയത്ത് അന്ന വീട്ടിൽ ഒറ്റയ്ക്കാണ്. അന്നായുടെ ആ ഏകാന്തതയും മറ്റുള്ളവർ അന്നയെ കുറ്റപ്പെടുത്തുന്ന ആ ഒരു വേദനയെല്ലാം ഇവർ കടിച്ചമർത്തി പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അന്ന ഒരു മരത്തിൻ്റെ കീഴിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നീ ഒരു വിശുദ്ധയായ ഒരു കുഞ്ഞിന് നീ ജന്മം കൊടുക്കും. അടുത്ത ദിവസം നീ ജെറുസലേമിലോട്ട് നീ പോകണം. അവിടെ വെച്ച് നീ ജോയാക്കിമിനെ സ്വർണ്ണ കവാടത്തിനരികിൽ വെച്ച് നീ കണ്ടുമുട്ടും. അപ്പോൾ ജോയാക്കിം പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോഴാണ് അന്നയോട് പറയുന്നത്, നാളെ നീ ജെറുസലേമിലോട്ട് പോകണം. അവിടെ വെച്ച് ഈ ടെമ്പിൾ ഗേറ്റ്, ഈ ഗോൾഡൻ ഗേറ്റ് ഓഫ് ടെമ്പിളിൽ നീ ജോയാക്കിമിനെ കാണും. അന്നയ്ക്ക് ഈ മാലാഖ പ്രത്യക്ഷപ്പെട്ട ഇതേ സമയത്ത് തന്നെ മാലാഖ ജോയാക്കിമിൻ്റെ അടുക്കൽ, മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജോയാക്കിമിൻ്റെ അടുക്കിലേക്കും മാലാഖ പ്രത്യക്ഷപ്പെട്ടു. മാലാഖ പറഞ്ഞു, ഗോ ബാക്ക് ടു ദ ടെമ്പിൾ ആൻഡ് ദിസ് ഓഫറിംഗ് വുഡ് നൗ ബി അക്സെപ്റ്റഡ് ആൻഡ് ദാറ്റ് ഹി വുഡ് മീറ്റ് അന്ന അറ്റ് ദ ഗോൾഡൻ ഗേറ്റ്. ഈ സ്വർണ്ണ കവാടത്തിൻ്റെ അടുക്കൽ വെച്ച് നീ അന്നയെ കാണും എന്ന് ജോയാക്കിമിൻ്റെ അടുത്തോട്ട് പറഞ്ഞു. അങ്ങനെ ജോയാക്കിം ജെറുസലേമിലോട്ട് തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചകളുമായിട്ട് തിരിച്ചു ചെന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാഴ്ചകളൊക്കെ സമർപ്പിച്ചു. ഈ സമയത്ത് ഇദ്ദേഹം അവിടെ വെച്ച് അന്നയെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ഇവർ പരസ്പരം പങ്കുവെച്ചു ഇവർ കണ്ട് മാലാഖ സംസാരിച്ച കാര്യങ്ങൾ. അപ്പം ജോയാക്കിമിന് മനസ്സിലായി തൻ്റെ ഭാര്യ ഗർഭം നൽകാൻ പോകുന്നത് വളരെ വിശുദ്ധിയായിട്ടുള്ള ഒരു കുട്ടിക്കാണ് എന്ന്. അപ്പോൾ ഈ സമയത്ത് മാലാഖ ഇവർക്ക് ഒരു 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 സാധനം കൊടുത്തു എന്നാണ് പറയുന്നത്. ഏഞ്ചൽ ഗേവ് ദം എ ബ്ലസ്സഡ് സബ്സ്റ്റൻസ്, ഒരു വിശുദ്ധീകരിച്ച ആശീർവദിച്ച ഒരു സബ്സ്റ്റൻസ് കൊടുത്തു. അതെന്താണെന്ന് പറയുന്നില്ല. അപ്പോൾ ഇത് പരിശുദ്ധ അമ്മയുടെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷനെ പ്രതിനിധീകരിക്കുന്ന അതിൻ്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവർക്ക് കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് കൂടുതൽ ബോധ്യമായി ഇവർ ജന്മം കൊടുക്കാൻ പോകുന്നത് ഒരു സാധാരണ കുട്ടിക്കല്ല എന്നുള്ളത്.